السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. رب لا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, പരലോകത്ത് ഏറ്റവും പ്രതിഫലം ലഭ്യമാകുന്ന നന്മകളുമായി വേർപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ശുഅറയിലെ 3 ആയത്തുകളാണ്. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പടച്ചോനെ, നീ എന്നെ പരലോകത്ത് വഷളാക്കരുത്. പരലോകത്ത് അള്ളാഹുവിൻ്റെ സുഹൃത്ത് ഖലീലുല്ലാ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബിയെ നരകത്തിലിട്ട് അള്ളാഹുവെ നീ വഷളാക്കരുത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം തന്നെ പറയുകയാണ്: യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളും മുതലുകളും ഉപകരിക്കാത്ത ദിവസമാണ് പടച്ചോനെ അത്. അന്ന് നീ എന്നെ വഷളാക്കരുത്. ഭൂമിയിൽ നിന്ന് വഷളായാൽ ചിലപ്പോൾ നമ്മളുടെ സമ്പത്ത് കൊണ്ടോ ചിലപ്പോൾ നമ്മളുടെ മക്കളുടെ യോഗ്യത കൊണ്ടോ ഒക്കെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ പരലോകത്തുനിന്ന് മക്കളെ കൊണ്ടോ മുതലുകൾ കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയാത്ത ആ ദിവസം പടച്ചോനെ നീ എന്നെ വഷളാക്കരുത് എന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരാളുണ്ട്. അതാരാ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിർദോഷമായ മനസ്സോടുകൂടി റബ്ബിൻ്റെ കോടതിയിൽ ആര് ഹാജരായോ അവർക്ക് രക്ഷപ്പെടാം. നിർദോഷമായ ഹൃദയം എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഭൂലോകത്തുള്ള മനുഷ്യർ ഒരു 99 അരക്കാൽ ആളുകളും പകയും വിദ്വേഷവും അസൂയയുമായി ജീവിക്കുന്നവരാണ്. നമ്മൾക്ക് അസൂയുള്ളവർ ആരോടാന്ന് വെച്ചാൽ എനിക്ക് എന്നെപ്പോലെയുള്ള പണ്ഡിതന്മാരോട് അസൂയാണ്. സമകാലീനരായ കൂടെ പ്രവർത്തിക്കുന്നവരോട് അസൂയ ഉണ്ടാവും. കൂടെ കച്ചവടം ചെയ്യുന്നതോട് അസൂയ ഉണ്ടാവും. നേരെ മറിച്ച് എനിക്ക് നരേന്ദ്രമോദിനോട് അസൂയ ഉണ്ടാവില്ല. എന്താ കാരണം? എനിക്കവിടെ എത്താൻ കഴിയില്ല.
എനിക്ക് അംബാനിനോട് എന്തുണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ എത്താൻ കഴിയില്ല. ഞാൻ അസൂയപ്പെടുന്ന വ്യക്തിയും ഒരേ തരക്കാരാണെങ്കിൽ നിർബന്ധമായും അസൂയ ഉണ്ടാവും. ഒരേ കച്ചവടക്കാരാണെങ്കിൽ അസൂയ ഉണ്ടാവും, അല്ലേ? അതുകൊണ്ട് ഈ അസൂയ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലാണല്ലോ നമ്മൾ അസൂയ വെക്കുന്നത്. ഒരാൾക്ക് സമ്പത്ത് കൊണ്ടോ ഇൽമു കൊണ്ടോ അറിവ് കൊണ്ടോ മക്കളെ കൊണ്ടോ ആരോഗ്യം കൊണ്ടോ അങ്ങനെ പല നിലക്ക് അള്ളാഹു അനുഗ്രഹം കൊടുക്കും. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയാത്തവരാണ് അസൂയ പുലർത്തുന്നത്. അള്ളാഹുവിൻ്റെ നീതിയോടാണ്, അള്ളാഹുവിൻ്റെ വിധിയോടാണ് നാം അസൂയ പുലർത്തുന്നത്. അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും എല്ലാം വിധിച്ചു കൊടുത്തത്. ഖുർആനിൽ അള്ളാഹു സൂറത്ത് സുഹ്റുഫിൽ പറയുന്നു, അഹും യഖ്സിബുന റഹ്മത്ത് റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങൾ അവരാണോ വീതിച്ചു കൊടുത്തത്? നെഹ്നു കസംന ബൈനഹും, നാമാണ് അവർക്കിടയിൽ വീതിച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും വീതിച്ചത്. ഇൽമു കൊണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ കുടുംബ ഭദ്രത കൊണ്ടാവാം, മക്കളെ കൊണ്ടാവാം. എന്ത് വീതിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുന്നത് നാമാണ്. അല്ലാത്ത വാക്കല്ലേ? ഇനി അതിൻ്റെ ഇടയിൽ ആർക്ക് അധികാരമില്ല? നമുക്കധികാരമില്ല. അള്ളാന്റെ വിധിയാണത്, തീരുമാന. ആ തീരുമാനങ്ങൾക്കെതിരെ അസൂയപ്പെടാൻ നമ്മൾ അസൂയപ്പെടുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ശത്രുവാണ്. അസൂയാലും അള്ളാഹിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, കസംന ബൈനഹും ബഈശത്തഹും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിലെ അവരുടെ ജീവിതം നാം വീതിച്ചു കൊടുത്ത, അള്ള വീതിച്ചു തന്നാണ്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ അവരുടെ യോഗ്യത ഉണ്ടായതല്ല, അള്ളാഹു വീതിച്ചു കൊടുത്തതാണ്. അപ്പം നമ്മൾക്ക് അതുപോലെ സമ്പത്തില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, മക്കൾ യോഗ്യരല്ലെങ്കിൽ നമ്മൾ അസൂയപ്പെടണ്ട. അസൂയപ്പെട്ടാൽ നമ്മളുടെ ഈമാൻ തകർന്നു പോകും. അസൂയപ്പെടുന്ന ഒരാളുടെയും കൽബിൽ ഈമാൻ നിൽക്കൂല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ, രണ്ടും കൂടി ഒരു സ്ഥലത്ത് നിൽക്കൂല. ഈമാനും ഹസദും ഒരുമിച്ച് നിൽക്കൂല ഒരിക്കലും. ഒരാളുടെ കൽബിൽ ഹസദുണ്ടോ, അയാളുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാവില്ല. അയാളുടെ മനസ്സിൽ പിന്നെ ഹമ്മ്, പ്രയാസം, ടെൻഷൻ, സന്തോഷക്കുറവ്, എന്തൊക്കെയോ വൈകാരികമായ പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കും. എനിക്ക് നിങ്ങളിലൊരാളോട് അസൂയ തോന്നിയാൽ പിന്നെ എൻ്റെ ജീവിതം ദുസ്സഹമാവും. വല്ലാത്തൊരു മാറാരോഗ. ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സിക്കുക, അല്ലേ? മനസ്സിന് രോഗം വന്നാലോ? ഹാർട്ട് അറ്റാക്ക് അല്ല ഞാൻ പറഞ്ഞത്, ഹാർട്ടിനെ പറ്റിയല്ല, മനസ്സിൻ്റെ അകത്ത് വരുന്ന മാറാവ്യാധികൾ, അതിന് ചികിത്സ അള്ളാഹിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ചര്യയിലേക്കും മടങ്ങല്ലാണ്ട് വേറെ വയ്യൂല്ല കേട്ടോ. എന്നാലോ ഒരു 90% ആളുകളെയും മതിക്കുന്ന രോഗമാണ് അസൂയ, അല്ലേ? രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാഹ് എന്താ പറയുന്നത്? ഇങ്ങനെ അള്ളാഹു ജനങ്ങൾക്കിടയിൽ സമ്പത്തൊക്കെ വീതിച്ചു കൊടുത്തത്, അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും വീതിച്ചു കൊടുത്തതിനെ പറ്റി അള്ളാഹ് പറയാം. റഫഅനാ ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത്, ചിലരേക്കാൾ പദവി ഉയർത്തി കൊടുത്തതാ, നാം കൊടുത്തതാ, നാമാട്ടോ കൊടുത്തത് അറിയണം. ഇപ്പം ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് പല സമ്പത്തിൻ്റെ പദവി ഉണ്ടാകുക, എല്ലാവർക്കും ഒരുപോലെയല്ല, ആണോ? ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇതൊക്കെ വീതിച്ചു കൊടുത്ത അള്ളയാണ്. അള്ളാഹ്ക്ക് തെറ്റുപറ്റി നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, വീഴ്ച തന്നെ അള്ളയാണ്. ഇനി വീഴ്ച കൊടുത്തവനോട് നിങ്ങൾ അസൂയ കാണിച്ചാലോ നിങ്ങൾ അള്ളാഹ്ക്കെതിരാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹ് പറയാം, അതെന്തിനാ അങ്ങനെ അള്ളാഹു പദവികളൊക്കെ ഉയർത്തി കൊടുത്തത്? ഭൂമിയുടെ നിലനിൽപ്പിനാണ്. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് അള്ളാഹു വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടാവും? ആർക്കും ജോലി ചെയ്യാണ്ടാവില്ല. ഉണ്ടാവും? ഇല്ലേന്ന് തന്നെ ഇപ്പം ഇല്ല. അവിടെ ഉണ്ടോ? ഗൾഫ് രാജ്യത്ത് നിന്ന് പണം വന്ന് നമ്മളെല്ലാം കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളുമായപ്പോൾ നമ്മളാരും സാധാരണ ജോലി ചെയ്യാറില്ല. ഉണ്ടോ? അപ്പം നമ്മളാരെ ആശ്രയിക്കുന്നത്? നമ്മൾ ആശ്രയിക്കുന്നത് മുഴുവനും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളെ, അല്ലേ? ഇതുപോലെ നമ്മളെല്ലാവരും ഒരേപോലെ സമ്പന്നന്മാരാണെങ്കിലോ അള്ളാഹു വീതിച്ചു കൊടുത്തപ്പം എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തു. ഒരുപോലെ ആരോഗ്യം, ഒരുപോലത്തെ മക്കൾ, യാതൊരു മാറ്റവും. സൗന്ദര്യം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായാലും വിദ്യാഭ്യാസം കൊണ്ടായാലും എല്ലാം കൊണ്ടും ഒരുപോലെ ആക്കി അങ്ങ് ഉണ്ടാവും. വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ ബുദ്ധിയിലിട്ട് ചിന്തിച്ചറിയാം. അപ്പം അതുകൊണ്ട് അവിടെ പിന്നെ നിങ്ങൾ ഇടയിൽ അസൂയ കാണിച്ചാലോ നിങ്ങൾക്കാ നഷ്ടം കേട്ടോ. അതുകൊണ്ടല്ല പറയാം, ലി എത്തഹിത ബഹലഹും ബഹലൻ സുഹരിയ. അള്ളാഹു ഇങ്ങനെ ആക്കിയതിനറിയോ? ചിലർക്ക് കീഴാളന്മാരാക്കാനാ. മറ്റേ നിങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടുമോ? കീഴാളന്മാരാവില്ല, ആവോ? ഒരു ഭാഗത്ത് അള്ളാഹു കുറച്ച് സമ്പത്ത് അധികം കൊടുത്തോണ്ടാണ് അവർക്ക് എന്തായത്?
കീഴാളന്മാരായിട്ട് ജോലിക്കാരെ കിട്ടിയത് അല്ലേ? അല്ലെങ്കിലോ അല്ല ഇതിന് ലേശം തൈ കൂടുമ്പോഴേക്ക് തന്നെ നമ്മളെ അഹങ്കാരമായിട്ട് പൊങ്കും അല്ലേ? അല്ലേ? അതിന് കണക്കുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അല്ല പറയാ, എന്നാലേ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ആർക്ക് എന്തോ കൊടുത്താലും റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, ദുനിയാവിൽ ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന സമ്പത്തിനേക്കാളും ഏറ്റവും ഉത്തമം അള്ളാഹുവിൻ്റെ പരലോകത്ത് കിട്ടുന്ന സമ്പത്താണ്. അത് നേടണം. അത് നേടാൻ എന്ത് വേണം? ഹസദ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അസ്കലു ഷൈഇൻ ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ ഹസൻ. വിശ്വാസിയുടെ നന്മകൾ തൂക്കുമ്പോൾ, പരലോകത്ത് വെച്ച് തൂക്കുമ്പോൾ അതിൽ ഏറ്റവും കനം തൂങ്ങുന്ന വസ്തു ഖുൽഖുൻ ഹസൻ, ഏറ്റവും നല്ല സൽസ്വഭാവ. സൽസ്വഭാവത്തിന് ഏറ്റവും ഘടകവിരുദ്ധാണ് അസൂയ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇയ്യാക്കും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം കേട്ടോ. അസൂയ ലോകത്ത് വരുത്തിയ അപകടങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ആദ്യമായി അസൂയ കൊണ്ട് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളാണ് ഇബ്ലീസ് അല്ലേ? ഇബ്ലീസിനാണല്ലോ ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായത് മനുഷ്യനോട്. എന്താ കാരണം? അള്ളാഹു വലക്കത് കറംന ബനി ആദം, ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു, അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? ബിൽ ഇൽമി, ഇൽമു കൊണ്ട്, വിജ്ഞാനം കൊണ്ട്. മറ്റാർക്കുമില്ലാത്ത ഒരു സവിശേഷത മനുഷ്യവർഗത്തിന് അള്ളാഹ് കൊടുത്ത ഇൽമ്, അതാണ് ബഹുമാനം. ആ ഇൽമു കൊണ്ട് ബഹുമാനിച്ചപ്പോൾ അള്ളാഹു ആ സമയത്ത് ഈ ബഹുമാനം നൽകിയതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഒയ്ത് കുൽനാലിൽ മലായിക്കത്തി ഇസ്ജുദു ലി ആദം, മനുഷ്യന് നിങ്ങൾ സുജൂദ് ചെയ്യണം, കീഴ്പ്പെടണം, സാഷ്ടാംഗം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഫസജദു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അപ്പൊ അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു, ഭയങ്കര അഹങ്കാരമായിരുന്നു. അവൻ അസൂയ വന്നു മനുഷ്യനോട്. ആ അസ്ജുദു, ഞാൻ സുജൂദ് ചെയ്യുകയോ? ആർക്ക്? ഈ മനുഷ്യൻക്ക്. നീ എന്നെ സൃഷ്ടിച്ചത് തീയാലാണ്. ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്. തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സുജൂദ് ചെയ്യുക. പെട്ടെന്ന് മൂപ്പയുടെ അഹങ്കാരവും അസൂയയും പത്തി വിടർത്തി. അതോടുകൂടി വക്കാനമിനൽ കാഫിനും കാഫറായി. അപ്പം ഈ അസൂയ വരുമ്പോൾ കാഫറാകാൻ സാധ്യതയുണ്ട്. ഒരു വിഷയം അതാണ്. മനുഷ്യന്മാർക്കൊക്കെ അസൂയ ഉണ്ടാവും. അസൂയ പാടുള്ള വിഷയമുണ്ട്, പാടില്ലാത്തതുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ആർക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായാലും ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ പടച്ചോനെ അവർക്ക് അനുഗ്രഹം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെ അസൂയ പോവുള്ളൂ. ഏത് അനുഗ്രഹം ആയിക്കോട്ടെ. ഒരു അറിവുള്ള ഒരാളെ അദ്ദേഹത്തിന് അള്ളാഹു അറിവ് വർദ്ധിപ്പിക്കണം. ആരോഗ്യമുള്ള ഒരാൾ, അയാൾക്ക് അള്ളാഹുവെ നീ ബർക്കത്ത് കൊടുക്കണേ ആരോഗ്യത്തിൽ, അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അസൂയ പോവുക. അത് കൽബറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അസൂയ പോയേക്കൂ. പക്ഷെ നമ്മൾക്ക് ഒരാളെ അനുഗ്രഹമുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് വെറുപ്പും വിദ്വേഷവും അസൂയും എന്തൊക്കെ വരുന്നെന്ന് പറയാൻ കഴിയില്ല അല്ലേ? വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, വലാ തമുദ്ദന്ന ഐനൈക, മുഹമ്മദേ നിന്റെ കണ്ണുകൾ ഒരിക്കലും നീണ്ടുപോകരുത്. വലാ തമുദ്ദന്ന ഐനൈക ഇലാമാ മത്തൈനാ ബിഹി സഹറത്തുൽ ഹയാത്തി ദുനിയ, അള്ളാഹു ഇലാമാ മത്തൈനാ ബിഹി അസ്വാജൻ മിൻഹും, ഈ ഭൂമിയിലെ ചില കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്താൽ ആ സൗകര്യങ്ങളിലേക്ക് നിന്റെ കണ്ണ് നീണ്ടുപോകരുത്. നമ്മളെ കണ്ണ് അങ്ങോട്ടാ പോവുക. നമ്മളെക്കാൾ എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതിലേക്ക് നമ്മൾ പോവില്ല. നമ്മളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർ അവരുടെയൊക്കെ നമ്മളെ കണ്ണ് നീളും. അതുകൊണ്ട് ഖുർആനിൽ അള്ളാഹ് പറയാം, മുഹമ്മദേ നിന്റെ കണ്ണ് അവരിലേക്ക് പോകാൻ പാടില്ല. അത് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട അള്ളാഹ്ക്ക് സ്നേഹം കൊണ്ട് കൊടുത്താൽ നല്ല ലി നെഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ്. അത് കൊടുത്താൽ അവർ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. പലർക്കും അള്ളാഹു അനുഗ്രഹം കൊടുത്താലോ നന്ദിപൂർവ്വം അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും. ചിലർക്ക് കൊടുത്താലോ അവർ ആ പണം കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുകയും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും അല്ലേ? ഇത് രണ്ടും ഉണ്ടാവാം. അപ്പോൾ ലി നെഫ്തിനഹും ഫീ വ റിസ്കു റബ്ബിക ഖൈറും വാബുക, അള്ളാഹുവിൻ്റെ റിസ്ക് ഉണ്ടല്ലോ അത് പരലോകത്ത് കിട്ടുന്നതാണ്. അത് ഏറ്റവും ഉത്തമമാണ്. അത് എന്നൊന്നും കിട്ടുന്നത്, അത് ഇതെന്നൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരാൾക്ക് സമ്പത്ത് കൊടുത്താൽ അയാൾക്ക് എത്ര കാലം ഉപയോഗിക്കുക? ആ സമ്പത്ത് എത്ര കാലം ഉപയോഗിക്കുക? ഏത് കോടീശ്വരനായാലും എത്ര കാലം ഉപയോഗിക്കുക? അയാൾ മരിക്കുന്നവരെ അല്ലേ? മരിക്കുന്നതല്ലേ പറ്റുള്ളൂ. അതോടി കഴിഞ്ഞില്ലേ? ഹത്താ സുർത്തുമിൽ മക്കാബിർ, ഖബർസ്ഥാനം സന്ദർശിക്കുന്നവരെ അതോടി കഴിഞ്ഞില്ലേ? ഏത് കോടീശ്വരനായാലും. അപ്പം അതുകൊണ്ട്
സമ്പത്ത് ആർക്കോ കൊടുത്തോട്ടെ, ആർക്കോ കൊടുക്കാണ്ടെന്നോട്ടെ, നമ്മളെ കണ്ണ് അതിലേക്ക് വല്ലാണ്ട് പോണ്ട കേട്ടോ എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉലമാക്കന്മാർ പറഞ്ഞു, എന്താണ് ഈ അസൂയ? മനുഷ്യന്മാർക്കുണ്ടാണ് അസൂയയെപ്പറ്റി പണ്ഡിതന്മാർ പറയാം, തമന്നി സവാൽ നിഅമത്തി അനിൽ മഹ്സൂർ. ഞാൻ അസൂയ കാണിക്കുന്ന ആളിൽ നിന്ന് അള്ളാഹു കൊടുത്ത അനുഗ്രഹം നീങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കലാണ് അസൂയ. നിങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹം നീങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുക. അതില്ലാത്തവരിപ്പോൾ വളരെ കുറവല്ലേ? ആർക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലും അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതിന് എന്തു പറയുക? അസൂയാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അതുകൊണ്ട് ആദ്യമായി ഈ വിഷയത്തിൽ അസൂയ പുലർത്തിയ ആൾ ഇബ്ലീസാണ്. അതുകൊണ്ടോ കാഫറായി. ഇനിയോ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ജൂതന്മാരാണ്. ആ ജൂതന്മാർ ഇങ്ങനെ ശത്രുവാൻ കാരണം എന്താ? അസൂയൻ. എന്തായിരുന്നു കാരണം? ജൂതന്മാരായ ആളുകൾ മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബി വരുന്നത് വരെ, മുഹമ്മദ് നബിയുടെ ആഗമനം ഉണ്ടാകുന്നത് വരെ അവർ മുശ്രിക്കുകളോട് പറഞ്ഞ് കാനൂ മിൻ ഖബ്ൽ യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, കാഫറുകളായ കുഫാർ ഖുറൈശികളോട് അവർ പറഞ്ഞ് വിജയഭേരി മുഴക്കിയിരുന്നു, ദാ ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിജയിച്ചടക്കും എന്ന് വീരവാദം വഹിക്കുകയല്ല ജൂതന്മാർ. അങ്ങനെ ഖുർആൻ പറയാം, ഫലമ്മാ ജാഅഹും മാ അറഫു, അവർ മനസ്സിലാക്കി അവർ അറിഞ്ഞ ആ പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് വന്നപ്പോൾ കഫറൂ ബിഹി, അവർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. എന്നിട്ടോ ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, ഈ കാഫറുകൾക്ക്, ജൂതന്മാരായ കാഫറുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? ഹസദം മിൻ ഇന്ദി അൻഫുസിഹിം, അവരുടെ സ്വന്തം ഭാഗത്തുനിന്നുണ്ടായ അസൂയ എന്നാ പറഞ്ഞു നബിയെ തള്ളയെ. അവർ വിചാരിച്ചത് ഇസ്ഹാഖ് നബിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രവാചകൻ തിരഞ്ഞെടുക്കണം. മുഹമ്മദ് നബിയെ തിരഞ്ഞെടുത്ത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്നായതുകൊണ്ടാണ് തള്ളിക്കളയലാണ്. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഫലസ്തീൻ മക്കൾ അനുഭവിക്കുന്ന പ്രയാസം ജൂതന്മാരെ കൊണ്ട് ഭയങ്കര അസൂയാണ്. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാണ്ടിരിക്കാൻ കാരണം അള്ളാഹ് പറഞ്ഞത് ഹസദം മിൻ ഇന്ദി അൻഫുസിഹിം, അവരുടെ ഉള്ളിലുണ്ടായ അസൂയൻ. അപ്പം അസൂയ ചെറിയ അപകടങ്ങളെല്ലാം ഉണ്ടാക്കുക. അസൂയ മൂലം നമുക്കറിയാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലെറിയാൻ പ്ലാൻ ഇട്ടത് എന്തുകൊണ്ടാണ്? അസൂയ ഉണ്ടല്ലേ അല്ലേ? അപ്പോൾ ഇബ്ലീസ് കാഫറായത് അതുകൊണ്ടാണ്, ജൂതന്മാർ മുസ്ലിങ്ങളുടെ ശത്രുവായത് ഹസദ് കൊണ്ടാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, ഈ യാക്കൂബ് നബിയുടെ സ്വന്തം ബീജത്തിൽ നിന്ന് പറഞ്ഞ സ്വന്തം സഹോദരങ്ങൾ അവരെന്ത് ചെയ്തു? ഇത് കാലൂല യൂസുഫ് അഹൂഹു അഹബ്ബു ഇലാ അബീന മിന്ന, നമ്മളൊപ്പാക്ക് നമ്മളെക്കാൾ ഇഷ്ടവും സ്നേഹവും യൂസുഫിനോടും അവൻ്റെ സഹോദരൻ ബിന്യാമീനോടുമാണ്. അതാണ് ഓരോ കാരണം ഉണ്ടാവും. അവിടെ അസൂയ വന്നു. നമ്മളെക്കാൾ ഇഷ്ടം ആർക്കാ? ബിന്യാമീനോടും യൂസുഫിനോടാണ്. അതുകൊണ്ട് എന്നാലോ നഹ്നു ഉസ്ബത്തുൻ, ഞങ്ങളാണെങ്കിൽ ശക്തരായ യുവാക്കളാണ്, കുടുംബത്തെ പരിപാലിക്കേണ്ടത് നമ്മളാണ്. അതൊന്നും നോക്കാതെ നമ്മളെ അനുജന്മാരെ നമ്മളെക്കാൾ സ്നേഹിച്ചു. അതുകൊണ്ട് അവരെന്താ പറഞ്ഞറിയോ? ഇന്ന അബാന ലഫീ ലലാലിൻ മുബീൻ, നമ്മളൊപ്പ ഏറ്റവും പേച്ച ആളാണ്. പുതിയ തലമുറയിൽ മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ന്യൂജൻ കുട്ടികൾക്ക് മാതാപിതാക്കളെല്ലാം വഴിവെച്ചോലാണ് അത് പറയുന്നുണ്ട്. പക്ഷെ വളരെ നേരത്തെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി മക്കൾ പറഞ്ഞതാണ്, ഇന്ന അബാന ലഫീ ലലാലിൻ മുബീൻ. എന്നിട്ടോ അവർ പറയാ, ഈ അവസ്ഥയിൽ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹം ബാപ്പ യൂസുഫിനെയും യാക്കൂബിനും നൽകുകയാണ്, ബിന്യാമീനും നൽകുകയാണ്. അതുകൊണ്ട് ഉക്തുലു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ കൊന്നാളി. കണ്ടോ അസൂയ വന്ന് പെട്ടതുണ്ടോ? ഒരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിക്കുക, യൂസുഫ് നബിയെ കൊല്ലാനാ തീരുമാനിക്കുന്നത്. എന്താ കാരണം? അസൂയ. അസൂയ ഭീകരമായ രോഗാട്ടോ, ചെറിയ രോഗമല്ല. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെ കേട്ടോ. ഉക്തുലു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ കൊന്നാളി. അവിത്രഹൂഹു അർലൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? അവനെ നാട് കടത്താം, ഏതെങ്കിലും ഭൂമി കൊണ്ടിട്ടേക്കാം, എവിടെയും കൊണ്ടിട്ടേക്കാം. ഇവിടെ വേണ്ട. നമ്മളെ പുരയിൽ നിൽക്കുമ്പോഴല്ലേ നമ്മളെ കൺമുമ്പിൽ വെച്ച് നമ്മളെ വാപ്പ മക്കളെ ഇവനെ സ്നേഹിക്കുക, യൂസുഫിന് മിന്യാമീൻ. അത് നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് എവിടെയും കൊണ്ടിട്ടാളാം. അപ്പോഴാണ് മൂത്തോൻ യഹൂദ, ഓരോ മക്കളിൽ യാക്കൂബ് നബിൻ്റെ 10 മക്കളിൽ മൂത്ത ആള് യഹൂദ എന്നാണ്. അയാൾ പറഞ്ഞു, കാല കായിലും മിൻഹും ലാ തഖ്തുലു യൂസുഫ്, അത് നിങ്ങൾ യൂസുഫിനെ കൊല്ലണ്ട. എന്നാലോ നിങ്ങൾ എന്ത് ചെയ്തോളി? വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്, നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളമില്ലാത്തൊരു കിണറ്റ് കൊണ്ടിട്ടേക്കാം.
എന്നാലോ ആരെങ്കിലും ഏതെങ്കിലും കച്ചവട സംഘം എടുത്തിട്ടോ ജീവിച്ചോട്ടെ, എവിടെയും പോയി ജീവിച്ചോട്ടെ. എന്താ കാരണം? എന്താ നിങ്ങൾ മനസ്സിലാക്കി? അതും ഹസദാണ്. അസൂയ വന്നാൽ ഇന്നതേ ചെയ്യൂ എന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവനും ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്ത് സുഹ്റുഫിലെ ആയത്താണല്ലോ. ആ ആയത്ത് പ്രഗത്ഭ താബി പണ്ഡിതനായ ഹാത്തിമുൽ അസം ഒരിക്കൽ ഈ ആയത്ത് അദ്ദേഹം എങ്ങനെ വിലയിരുത്തിയാരോ? ഏത്? അള്ളാഹുവാണ് സമ്പത്തും ആരോഗ്യവും സൗകര്യങ്ങളും ഒക്കെ വിധിച്ചു കൊടുത്തത്. ആ ആയത്തിനെ ഹാത്തിമുൽ അസം പ്രഗത്ഭ പണ്ഡിതനാണ്, അദ്ദേഹം പറയാണ്, ഞാൻ നളർത്തുൽ ഖൽഖ്, ഞാൻ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചു, യത്അനു ബഅ്ലുഹും ബഅ്ല, അവർ പരസ്പരം കുത്തുവാക്കുകൾ ഉപയോഗിക്കുകയാണ്. പരസ്പരം അസൂയോണ്ടേ ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ല, കുത്തി പറഞ്ഞു കൊടുക്കും. എപ്പോഴും വേറൊരാളെ പറ്റി കുറ്റം പറഞ്ഞ് സംസാരിക്കും അല്ലേ? യത്അനു, ഞാൻ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചപ്പോൾ അവർ ആ സ്വഭാവത്തിലാണ്. യൽഅനു ബഅ്ലുഹും ബഅ്ല, അവർ പരസ്പരം ശപിക്കുന്നു, അവർ പരസ്പരം കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോഴോ സുമ്മ നദർത്തു, അതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഇലാ ഖൗലില്ലാഹി തആല, അല്ലാഹു തആലയുടെ വാക്ക്. ഏതാണ് ആ വാക്കാണ്? അഹും യഖ്സിമുന റഹ്മത്ത് റബ്ബിക്, അവരാണോ റബ്ബിൻ്റെ കാരുണ്യം ജനങ്ങൾക്ക് കൊടുത്തത്, അതോ നമ്മളാണോ? നെഹ്നു ഖസംനാ ബൈനഹും മഈശത്തുഹും, അള്ളാഹുവാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സൗകര്യങ്ങളും വീതിച്ചു കൊടുത്തതെന്ന ഈ സൂറത്ത് സുഹ്റുഫിലെ 32-ാമത്തെ ആയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അദ്ദേഹം പറയാണ്, അതോടുകൂടി ഫതറക്തുൽ ഹസദ്, അസൂയ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായിപ്പോയി. ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചപ്പോൾ ഹാത്തിമുൽ അസം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ അസൂയയും ചോർന്നു പോയി. കാരണം എന്താ? അത് അള്ളാൻ്റെ വിധിയാണ്. ഇനി ഞാൻ അസൂയപ്പെട്ടാലോ അള്ളാൻ്റെ വിധിക്കെതിരില്ല ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അലിംതു അന്നൽ കിസ്മത്ത മിൻ ഇന്ദില്ല, ഇതെല്ലാം വിധിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അടുത്താണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഈ ആയത്ത് പഠിച്ചു ഇതൊക്കെ അള്ളാഹിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അസൂയപ്പെട്ടാലോ അള്ളാഹിൻ്റെ വിധിക്കെതിരിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അസൂയപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും വേണം അസൂയ ഇല്ലാണ്ടൊക്കെ, കേട്ടോ. നമുക്ക് നോക്കാം, പണ്ഡിതന്മാർ പറയുന്നു അസൂയ വന്നാൽ ചില കാര്യങ്ങൾ അപകടത്തിലേക്ക് പോകും. ഏതൊക്കെയാണെന്ന്? ഒന്ന്, ഇഫ്സാദു താഅത്ത്, ചെയ്ത നന്മകൾ തകർന്നു പോകും. അസൂയുള്ള ആൾ ചെയ്ത നന്മ ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പഠിച്ചാൽ എന്താ? ശിർക്ക് ചെയ്താൽ എന്താ ഉണ്ടാവും അല്ലേ? ലൈൻ അശ്റക്ത ലയഹ്ബത്തൻ അമലുക്കാന്നല്ലേ? ശിർക്ക് ചെയ്താൽ സൽക്കർമ്മം പൊളിഞ്ഞു പോകുന്ന. അസൂയ വന്നാലും ഇഫ്സാദു താഅത്ത്, നന്മകൾ പൊളിഞ്ഞു പോകും, കേട്ടോ. പിന്നെ ഇഫ്ലാലു ഫീൽ മാസി, നിരന്തരമായി അസൂയുള്ള ആളുകൾ നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ കൽബിൽ അസൂയുണ്ടോ എങ്കിൽ നിങ്ങൾ നിരന്തരമായി തെറ്റ് ചെയ്യും. പിന്നെ മറ്റൊരപാട് എന്താ? ഹിർമാനു ഷഫ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശുപാർശ നമുക്ക് പരലോകം നഷ്ടപ്പെടും. അസൂയുള്ള ആൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ശുപാർശ ചെയ്യില്ല, അള്ളാഹു റസൂല്. പിന്നെ ദുഹൂലുന്നാർ, ഉറപ്പായും നരകപ്രവേശനം. അസൂയുള്ള ആളുകൾക്ക് സ്വർഗപ്രവേശനം ഇല്ല, നരകം ഉറപ്പായി. പിന്നെ ഇഫ്ലാലു ഇല്ലാറിൽ ഗൈർ, മറ്റുള്ളവരെ ദ്രോഹിക്കൽ, അതിനെന്ത് വഴിയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കും അസൂയുള്ള ആളുകൾ. ഒരാളെ ദ്രോഹിക്കാൻ എന്ത് വഴിയുണ്ട് തിരഞ്ഞെടുക്കും അസൂയുള്ള ആളുകൾ, അല്ലേ? എങ്ങനെയെങ്കിലും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ ആണല്ലോ ഉപയോഗിക്കുന്നത്, അല്ലേ? ആളെ ദ്രോഹിക്കാൻ പല വഴിയുണ്ട്, അതെല്ലാം ഉപയോഗപ്പെടുത്തും അസൂയുള്ള ആൾ. അതുകൊണ്ട് പിന്നെ അമൽ കൽബ്, മനസ്സ് അന്ധമായി പോകും, മനസ്സിന് വെളിച്ചം ഉണ്ടാവില്ല, അവിടെ വെളിച്ചം കുറയും അസൂയുള്ള ആൾക്ക്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ നിർദ്ദേശങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ? ഒരാളോട് അസൂയ വരുമ്പോഴേക്കും നമ്മളുടെ മനസ്സ് അന്ധമായി, അല്ലേ? പിന്നെ നമ്മൾ പരമാവധി ആളുകൾ ദ്രോഹിക്കാനുള്ള പ്ലാൻ ചെയ്യും. പിന്നെ നമുക്ക് തെറ്റുകൾ നിരന്തരമായിരിക്കും. അസൂയുള്ള ആൾക്ക് നന്മയിലേക്ക് വരാൻ കഴിയില്ല, തടസ്സ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ ജീവിതത്തിൽ അതൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. റസൂലുള്ള പറഞ്ഞില്ലേ, ഇയ്യാക്കും വൽ ഹസദ്, സൂക്ഷിക്കണേ, അസൂയ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സൂക്ഷിക്കണം. കാരണം എന്താ? ഫൈനൽ ഹസദ യഅ്കുൽ ഹസനാത്ത് കമാ തഅ്കുലു നാറു ഹത്തബ.
വിറകിനെ അഗ്നി തിന്നു തീർക്കുന്നത് പോലെ സൽക്കർമ്മങ്ങളെ അസൂയ തിന്നു തീർക്കും. പിന്നെ അസൂയ സൽക്കർമ്മം ഉണ്ടാവില്ല. അസൂയ അന്തിയുറങ്ങുന്ന കൽബിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നന്മയും അള്ളാഹുവിലേക്ക് എത്തൂല, ഒക്കെ കരിഞ്ഞു പോയിണ്ടാവും. ഇവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഉദ്ധരിച്ച ഹദീസത, നാളെ പരലോകത്തെത്തുമ്പോൾ അസ്കലു ഷൈഇൻ ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുൽഖുൻ ഹസൻ. നാളെ പരലോകത്ത് നമ്മളുടെ തുലാസിൽ നമ്മളുടെ നന്മകൾ തൂക്കുമ്പോൾ ഏറ്റവും കനം തൂങ്ങുന്ന വസ്തു സൽസ്വഭാവ. അതിനെതിരെ അത് ഈ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ കൽബിൽ നിന്ന് ഇവിടെ ഇറക്കിയേക്കണം. ഇവിടെ പള്ളിയിൽ ഇറക്കിയേക്കണ്ട, പുറത്തിറക്കിച്ചോളി. എന്തായാലും ഉണ്ടാവും, ഇഷ്ടം പോലെ ലോഡ് കണക്കിന് അസൂയ ഉണ്ടാവും അല്ലേ? ആരോടെ ഉണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സമമായിട്ട് ജോലി കോവർക്കേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരേ കച്ചവടക്കാർ അല്ലേ, വേറെ വേറെ കച്ചവടമാണെങ്കിൽ അസൂയ ഉണ്ടാവില്ല. ഒരേ കച്ചവടം ചെയ്യുന്നവർ പരസ്പരം അസൂയ ഉണ്ടാവും. ഒരേ ജോലി ചെയ്യുന്ന തമ്മിൽ അസൂയ ഉണ്ടാവും. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഒരു അസൂയ ഉണ്ടാവും അല്ലേ, പരസ്പരം. പ്രവർത്തകന്മാർക്കിടയിൽ ഉണ്ടാവും അസൂയ, ഭയങ്കര അസൂയ. ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് അമൽ സാലിയാത്തും ചെയ്ത് നടന്നിട്ടൊരു കാര്യമില്ല. വളരെ ശ്രദ്ധാപൂർവം കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യം നിന്റെ ഉമ്മത്തൊന്നും ഒഴിഞ്ഞു പോകില്ല. 3 കാര്യം അതേതൊക്കെ കേട്ടോളി. സലാസുൻ ലാസിമാത്തുൻ ലി ഉമ്മത്തി എന്ന റസൂലുള്ളാഹി പറഞ്ഞു. നിന്റെ ഉമ്മത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത 3 കാര്യമുണ്ട്. എന്തൊക്കെ? ഒന്ന് അത്തിയറത്തു, ശകുനം നോക്കൽ. ശകുനം മനസ്സിലായി എന്താന്ന്? ശകുനം നോക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ലേ, മുഹറം മാസത്തിൽ അപകടമുണ്ട്, അത് ശകുന. നേഴ്സുണ്ട് അറിയാം. അതുപോലെ നല്ല ദിവസം നോക്കൽ അതില്ലേ, അതിൻ്റെ ഉമ്മത്തിന് പോകില്ല. അതുപോലെ ഒരു വണ്ടി വാങ്ങിയാൽ ഒരാൾ പറയാണ്, ആ 4 ചക്രത്തിൽ 4 ചെറുനാരങ്ങ കയറ്റി ഇറക്കിയാൽ അപകടം ഉണ്ടാവില്ല. ഇത് ശകുനത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീരത്തിൻ്റെ ആൾക്കാർ. അതിൻ്റെ ഉമ്മത്തിന് പോകില്ല. എത്ര ആയിരുന്നാലും നിങ്ങളൊക്കെ മനസ്സിൽ വരും. ഇപ്പം ചിലപ്പോൾ നിങ്ങളൊരു ബാപ്പ ഉപയോഗിച്ച ഒരു മേശ, ആ മേശക്ക് എന്തോ ഒരു പവിത്രത ഉണ്ടെന്ന് തോന്നുക. ബാപ്പ ഉപയോഗിച്ച പൈസട്ട പേഴ്സ്, ബെൽറ്റ്, ഇതൊക്കെ എടുത്ത് വെക്കുക. ഇതിനോട് സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു തീരത്ത് അതുണ്ടാകുക ഇല്ലേ, ഉണ്ടാവില്ലേ? അതിൻ്റെ ഉമ്മത്തുനിന്ന് ഒഴിഞ്ഞു പോകില്ല. പിന്നെ വൽ ഹസദ്, അസൂയ. നിൻ്റെ ഉമ്മത്തുനിന്ന് വിട്ട് പിരിയാണ്ട് നിൽക്കുന്ന 2ാമത്തെ രോഗം. 3ാമത്തെ രോഗം സൂഉല്ലൻ, തെറ്റിദ്ധാരണകൾ. തെറ്റിദ്ധാരണ, അസൂയ, തീരത്ത്. ഇത് 3ഉം നിന്റെ ഉമ്മത്തുനിന്ന് ഒഴിഞ്ഞു പോവുകയില്ല കേട്ടോ, വിട്ടുപോകാത്തൊരു രോഗമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനിയോ റസൂലുള്ളാഹി പറഞ്ഞു, ഇതാ ഹസസ്ത, നിനക്കൊരാളോട് അസൂയ തോന്നിയാൽ അപ്പം തന്നെ ചികിത്സ, ഫസ്തഗ്ഫിരില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അങ്ങനെ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നിയാൽ അപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ അസൂയ പോവും. ഒന്ന് ചെയ്തു നോക്കേണ്ടി കേട്ടോ. ഒരാളോട് നിങ്ങൾക്ക് അസൂയ തോന്നുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല പറയാ. നമ്മളെന്താ ചെയ്യുക? അസൂയ തോന്നിയാൽ സാധനം എന്താ ചെയ്യൽ? ഇപ്പം ചെയ്തു കൊടുക്കലുണ്ട? അയാളുടെ പേരിൽ, അസൂയ തോന്നിയ ആളുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് എന്തൊക്കെ ചാറടിക്കാൻ കഴിയും, എന്തെല്ലാം മോശമായ രൂപത്തിൽ സംസാരിക്കാൻ, അതല്ലേ ചെയ്യൽ, അല്ലാണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ല. അപ്പം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അസൂയ പോവും. ബട്ട് അതിനുള്ള വഴി അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്ത് ഓമാ യുദ്ഹിബിന യാ റസൂലല്ലാഹ് മിമ്മൻ ഹുന്നഫി, അള്ളാഹുവിൻ്റെ റസൂൽ അത് പോക്കിക്കളയാൻ എന്താ വഴി? അപ്പോഴാ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഹസത്ത ഫസ്തഗ്ഫിരില്ലാഹ്, നിനക്കങ്ങനെ അസൂയ തോന്നിത്തുടങ്ങുമ്പോഴേക്കും നീ ഫസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം കേട്ടോ. റസൂലുള്ളാഹി പറയുന്നു, നമുക്ക് ഒരാൾക്കൊരു സന്തോഷം കിട്ടുകയാണ്, ഒരു സന്തോഷം, ഒരാൾക്കൊരു അനുഗ്രഹം. അപ്പോഴേക്കും നമ്മൾ അത് ആ അനുഗ്രഹം കിട്ടിയ ആൾ, അറിഞ്ഞ ആൾക്ക് അപ്പോഴേക്കും അസൂയ വരും ഇല്ലേ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി നല്ല എല്ലാം സബ്ജക്റ്റിലും A+ വാങ്ങി വിജയിച്ചിട്ടുണ്ട് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ മോൻ്റെ മുമ്പ് നിന്ന് എന്ത് പറയും? അൽഹംദുലില്ലാഹ് അറിയും അല്ലേ? എന്നിട്ട് അപ്പുറത്ത് പോയി എന്ത് പറയും? കോപ്പി അടിച്ചതാ. കോപ്പി അടിക്കാനേ കിട്ടൂല. അങ്ങനെ പറഞ്ഞ മന്ത്രിമാരുടെ ഇവിടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. മുസ്ലിം ഉമ്മത്തിൽ നല്ല വിജയശതമാനം നേടിയപ്പം അതിനെപ്പറ്റി പറഞ്ഞ ഏത് മന്ത്രിമാർ വരെ അത്ര. അതാ പറഞ്ഞ അസൂയ ഇന്ന ലെവലിൽ നിന്ന് ഉണ്ടാകുന്നില്ല, എല്ലാ ലെവലിലും ഉണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത്, ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി മാ യൂജിബു, നിന്റെ സഹോദരന് നിന്നെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടാൽ, അയാൾക്കുണ്ടായാൽ,
ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഒരാൾക്കുണ്ടായാൽ ഫൽ യദു ലഹു ബിൽ ബർക്കത്ത്, അദ്ദേഹത്തിന് ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. ഇപ്പോൾ ഒരാൾ വണ്ടി വാങ്ങി, അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി 800 അപ്പം വലിയൊരു വണ്ടി വേറെ ആൾ വാങ്ങി. നമ്മളതിന് പല കുറ്റമാണ് പറയാം. ആ കമ്പിൻ്റെ വണ്ടിയൊക്കെ ഭയങ്കര അപകടമാണ്, ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വണ്ടിയാണ്, ഇങ്ങനത്തെ വണ്ടി ഇജ്ജല്ലാണ്ട് വാങ്ങുമോ അല്ലേ? നേരെ മറിച്ച് നമ്മളെന്തായുണ്ട്, ഫൽ യദു ലഹു ബിൽ ബർക്ക, ബർക്കത്തിനായി ദ്വാരക്കണം നബി പറയാ. അങ്ങനെ ഒരാൾ വീടുണ്ടാക്കി, നല്ല വീടാണ്, നമ്മളെക്കാൾ നല്ല വീട്, നമ്മളെക്കാൾ നല്ല വീടുണ്ടാക്കുമ്പോൾ നമുക്ക് അസൂയ വരുള്ളൂ. നമ്മളെക്കാൾ ചെറുതാണെങ്കിലോ, ചെറുതാ നല്ലത്, മെയിൻ്റെനൻസ് ചെയ്യാൻ നല്ലതാ, എന്തൊരു ഗുണകാംശമുള്ള വർത്താനം അറിയണം. വലുതാണെങ്കിലോ ടാക്സ് കൊടുത്ത് മുടിയും. അസൂയ എങ്ങനെ പതക്കുക ചെയ്യുക അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നതും സംസാരിക്കുന്നതും ഭാഷ, നമ്മളെ കൽബിൽ ഉദിക്കുന്ന ഭാഷകളെല്ലാം മിമ്പർമെന്ന് പറയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം, ഫൽ യദു ലഹു ബിൽ ബർക്കത്ത്, ബർക്കത്തിനായി പറയാം. ഇപ്പോൾ ഒരാൾക്കൊരു അനുഗ്രഹം ഉണ്ടായത് കണ്ട അപ്പങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കട്ടെ. ബർക്കത്ത് പറഞ്ഞാൽ സിയാദത്ത് എന്നർത്ഥം, സിയാദത്ത് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കുക ചെയ്യുക. ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവാൻ കേട്ടോ. ഇനിയോ ഒരാൾ മറ്റൊരാളുടെ മാനം കെടുത്തുന്നുണ്ട് സംസാരിച്ചിട്ട്, ഒരസൂയാലും നിങ്ങളോട് തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഒരാളുടെ മാനം കെടുത്തുന്നുണ്ട്, എന്ത് ചെയ്യണം? റസൂലുള്ള പറയുന്നു, മൻ റദ്ദാൻ ഇറളി അഹീഹി റദ്ദല്ലാഹു, അള്ളാഹു തആല ഒരു മനുഷ്യൻ്റെ മാനം ഒരാൾ കെടുത്തുന്നത് നിങ്ങൾ കണ്ടാൽ, ഒരസൂയാലും മറ്റൊരു വ്യക്തിയുടെ, ഒരു സഹോദരൻ്റെ പിന്നെ വ്യക്തിത്വത്തിൽ കൈകടത്തി സംസാരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തടയണം. അത് നിങ്ങൾ തടയണം. എന്നാലോ അള്ളാഹു പറയുന്നു, റദ്ദല്ലാഹു വജൂഹു അനിന്നാരി യൗമൽ ഖിയാമ, നിങ്ങൾ തടഞ്ഞതിൻ്റെ പേരിൽ നരകത്ത് നിങ്ങളെ മുഖം അള്ളാഹു തടയും. അങ്ങനെ ഒരാളുടെ മാനം കെടുത്തിയിട്ട് ഒരസൂയാലും മറ്റൊരാളെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടാൽ ഉടനെ നമ്മളതിൽ ഇടപെടും. എന്തിൽ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയരുത്, നിങ്ങൾ ബർക്കത്തിനായി ദ്വാരക്കണം, ഇതൊക്കെയല്ലേ ഇസ്ലാം പഠിപ്പിച്ച്, നിങ്ങൾ എന്ത് മുസ്ലിമാണ് ചോദിക്കണ്ടേ? നമ്മളല്ല ചോദിക്കുക, ആഹാ ഞാൻ ഇപ്പോഴും അറിയണോളൂ കേട്ടോ അയാൾ ഇങ്ങനെയൊന്നും, എന്നിട്ട് മറ്റവൻ ബൈൻഡ് ചെയ്യും. ഈ അസൂയാലുവിനെ ബൈൻഡ് ചെയ്ത് ഓനെ പരമാവധി ഉയരത്തിലെത്തിക്കും അല്ലേ? നമുക്ക് സന്തോഷം, അത് ഒന്നും കിട്ടാനില്ല, നമുക്ക് നട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. ഉണ്ടെങ്കിൽ റസൂലുള്ള പറയുന്നത്, ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദ്, അസൂയയും ഈമാനും ഒരിടത്ത് ഉണ്ടാവില്ല. ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ കൽബിൽ ഈമാൻ ഉണ്ടാവും, അവിടെ അസൂയ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അസൂയ വരുന്നുണ്ടാവും, നിങ്ങൾക്ക് അവിടെ ഈമാൻ ഇല്ല. ഒന്നങ്ങോട്ട് കയറിയാൽ മറ്റേതാണ്ട് പോയിക്കാളും. ഈമാൻ കയറണമെങ്കിൽ ഹസദ് പോകണം, ഹസദ് കയറിയാലോ ഈമാൻ പുറത്തു പോകും, ഇവിടെ ഉണ്ടാവില്ല. നമ്മളെ കൽബിലൊന്നും ഈമാൻ ഇല്ലല്ലോ, പല പ്രയാസങ്ങളും വരുമ്പോഴേക്കും നമ്മൾ തളർന്നില്ലേ, എന്തുകൊണ്ടാണ്? ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, എൻ്റെ മനസ്സിന് എന്തെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ സഹോദരനായ നിങ്ങൾക്കും കിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞാൻ മൂമിനാവൂ. അങ്ങനെയുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം അങ്ങനെ എന്ന് ആഗ്രഹിക്കണം, അപ്പോഴേക്ക് ഈമാൻ ഉണ്ടാവും. മറ്റേ ഈമാൻ പുറത്തു പോകും. ഈമാൻ പുറത്തു കൊണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള അടയാളതാണ് കേട്ടോ. അതുപോലെ തന്നെ റസൂൽ പറയാം, ലൈസ മിന്നി ദു ഹസദ്, അസൂയല്ലോ എന്നിൽപ്പെട്ടവനല്ല, മുസ്ലിമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലൈസ മിന്നി എന്ന് ഉപയോഗിച്ചത് റസൂൽ ഉപയോഗിച്ച 3-4 സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് അസബിയത്താണ്, പക്ഷപാതിത്വം അല്ലേ? ഞമ്മൻ്റെ ആൾ അറിയാൻ മറ്റുള്ളവർ നമ്മളാൾ എന്ത് തെറ്റിയതാലും ന്യായീകരിക്കും. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലോ അയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെയും കുറ്റപ്പെടുത്തും ഇല്ലേ? ഇതാണ് അസബിയത്ത്. ഓനും മുസ്ലിമല്ല. ഇവിടെ പറയുന്നു, ലൈസ മിന്നി ദു ഹസദ്, എന്നിൽപ്പെട്ടവനല്ല അസൂയ പുലർത്തുന്നവൻ. വലാ നമീമ, നമീമത്ത് പറയുന്നവനും പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളും എന്നിൽപ്പെട്ടവനല്ല. വലാ കഹാന, ജ്യോത്സ്യക്കാരൻ്റെ അടുത്ത് പോകുന്ന ആളും എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹിന്റെ എത്ര നിർദ്ദേശം! ജ്യോത്സ്യന്മാർക്ക് പോകണമില്ലേ? അങ്ങനല്ലേ? എന്നാ വണ്ടി വാങ്ങണ്ട്, എന്നാ കല്യാണം കഴിക്കണ്ട്, എന്നാ വീടിന് തറയുണ്ട്, ജ്യോത്സ്യന്മാർക്ക് പോയി ചോദിക്കുന്നുണ്ട്, എപ്പോഴാ പോരാക്ക് തറയുണ്ട്. എന്നാലേ ഓല് പറഞ്ഞാലേ ഈ വീട് പൂർത്തീകരിക്കപ്പെടാതെയോ. അങ്ങനെ കഹാനത്തിൻ്റെ അടുത്ത് പോകുന്നവരും എന്നിൽപ്പെട്ടവനല്ല. എന്താ റസൂലുള്ളാഹിന്റെ നിർദ്ദേശമല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം. അസൂയ വരാൻ ഒരുപാട് സാധ്യതയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ? മുമ്പൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് അസൂയ കുറവായിരുന്നു. കാരണം എന്താ? എല്ലാവരും പട്ടിണിയിലായിരുന്നു. അന്ന് നമുക്ക്
ഭയങ്കര സഹതാപമായിരുന്നു. ഓർക്ക് ചോറില്ല, ഓർക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറച്ച് കഞ്ഞിയുള്ളെങ്കിൽ കൊടുക്കണം ഓർക്ക് എന്ന് തോന്നുന്നത്. ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ എല്ലാവരും സാമ്പത്തികമായിട്ട് വളരെ അനുഗ്രഹീതരാണ്. അതല്ല റസൂലുള്ള പറഞ്ഞത്, നിന്റെ ഉമ്മത്ത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നത് മൂലം ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നിന്ന് പുറത്തു പോകില്ല. ഇത് അള്ളാഹ് റസൂൽ പറയാം, ഇന്നി ലാ അഖ്സാക്കും ബിൽ ഫഖർ, ദാരിദ്ര്യം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നില്ല. ദാരിദ്ര്യം വന്നിട്ട് നിന്റെ ഉമ്മത്ത് അള്ളാഹിൻ്റെ ദീന് വീക്ഷിക്കേണ്ട ഗതിയോട് വരില്ല. ഇങ്ങനത്തെ അസൂയും കാര്യമൊന്നും വരില്ല. ഇന്നി ലാ അഖ്സാക്കുമുൽ ഫഖർ വലാക്കിൻ ബുസിത്തത്തെ അലൈക്കുമുൽ വർൾ, ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യം കൂടും. അപ്പോൾ ഫതനാഫസുഹ, നിങ്ങൾ മത്സരിക്കുമ്പോൾ അസൂയ വരും അല്ലേ? അങ്ങനെ നിങ്ങൾ നശിച്ചു പോകുന്ന റസൂലുള്ള പറഞ്ഞു. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കാരണവശാൽ ലാ യബ്ലു അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ, ഒരു മനുഷ്യനും യഥാർത്ഥ ഈമാൻ ഉണ്ടാവില്ല. ഹത്താ യുഹിബ്ബ ലിന്നാസി മാ യുഹിബ്ബു ലിനഫ്സി, ജനങ്ങൾ എനിക്ക് കിട്ടേണ്ടതെല്ലാം ജനങ്ങൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുവരെ എൻ്റെ ഈമാൻ പൂർത്തിയാവില്ല. എന്താ വർത്താനം? നമ്മളെപ്പോഴും ദ്വാരക്കൽ പഠിച്ചോനെ ഈമാനോടുകൂടി മരിപ്പിക്കുക എന്നല്ല. ഈമാനോടുകൂടി മരിപ്പിക്കാൻ എന്ത് വേണം? ആരോടും പകയില്ലാണ്ട, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്തൊരു മനസ്സുണ്ടാവണം. അതല്ലേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിർദോഷമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവെ നിന്റെ കോടതിയിൽ വരുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ പരമാവധി നമ്മളൊക്കെ ഉണ്ടാവും വിധം നമ്മളുടെ മനസ്സിൽ അഥവാ അസൂയ വരുമ്പോൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മായ്ക്കാൻ കഴിയുന്ന വിധം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും, നരകം ഉറപ്പാവും. അതുപോലെ തന്നെ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും കാത്തു രക്ഷിച്ചുകൊണ്ട് സൽസ്വഭാവികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ പരലോകത്ത് കോടതിയിലെത്തുമ്പോൾ ഖനം ഏറ്റവും കൂടുതൽ തൂങ്ങുന്ന സൽസ്വഭാവം റബ്ബിന് നൽകാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 മക്കൾ കാബീലും ഹാബീലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 30-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരാൾ മറ്റാളെ കൊല്ലുകയാണ്. ആദം നബീൻ്റെ ഒരു മകൻ കാബീൽ ഹാബീലിനെ വധിച്ചു കളയാണ്. എന്താ കാരണം? 2 പേരും ഒരു കുർബാന നടത്തി, ഒരു ബലികർമ്മം. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റേ ആൾ തഖ്വയില്ലാത്ത ആളായതുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു ബലികർമ്മം തിരസ്കരിച്ചു. അസൂയ വന്നു. ഉടനെ എന്താ ഉണ്ടായത്? അദ്ദേഹം പറയാണ്, ഖുർആൻ പറയുന്നു, ഫതുഖബ്ബില മിൻ അഹദിഹ വലം യതഖബ്ബൽ മിനൽ ആഖിർ, ഒരാളുടെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചു, മറ്റേ ആൾ സ്വീകരിച്ചില്ല. അപ്പം ഖാലല അഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. ഉണ്ടോ? എൻ്റെ സ്വീകരിച്ചില്ല, അസൂയ വന്നു. ഇല്ല അഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ ഖുർബാന സ്വീകരിച്ച സഹോദരൻ പറഞ്ഞു തൻ്റെ സഹോദരനോട്, മുത്തഖീകളിൽ നിന്ന് മാത്രമേ അള്ളാഹു ഇത്തരം ബലികർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. ഉണ്ടോ? എന്നോട് അസൂയ കാണിച്ചിട്ട് കാര്യമില്ല, ആദ്യം മുത്തഖാകാൻ നോക്ക്. ഇനി നീ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ അതിന് പകരം ചെയ്യാൻ കൈ നീട്ടൂല എൻ്റെ നേരെ. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളൊക്കെ പരിശോധിച്ചാൽ അതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം അസൂയയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് അസൂയ കാണിക്കാം. ഇനി അസൂയ കാണിക്കാൻ തീരെ ഇടങ്ങറായി നിൽക്കുന്ന ആളല്ലേ, അവർക്ക് അസൂയ കാണിക്കാനും നബി പഠിപ്പിച്ച സന്ദർഭമുണ്ട് അല്ലേ? ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നത്തൈൻ, 2 കാര്യങ്ങളിലല്ലാണ്ട് മുസ്ലിമിന് അസൂയ പാടില്ല. 2 കാര്യത്തിൽ പറ്റും, ബാക്കി ഒരു കാര്യത്തിൽ പറ്റില്ല. എന്തൊക്കെയാണ്? റജുലുൻ, ഒരു മനുഷ്യന് ആത്താഹുല്ലാഹുൽ ഖുർആൻ, അള്ളാഹു വിശുദ്ധ ഖുർആന്റെ അറിവും കഴിവും അതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ അള്ളാഹു നൽകി. അല്ല കൊടുത്തു എന്ന് പറഞ്ഞു, അതും അല്ല തരണം. അതാഹുല്ലാഹുൽ ഖുർആൻ ഫഹുവ യഖൂം ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, അദ്ദേഹം ആ ഖുർആൻ ഉപയോഗിച്ച് രാത്രിയിലെ
വളരെ പ്രയാസകരമായ സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിക്കുന്നു. ആനാൻ നഹാർ, പകൽ വേളയിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുന്നു. ഈ രണ്ട് കാര്യത്തിലും എന്ത് ചെയ്യാം? അസൂയ പറ്റും. എന്തിന്? അയാളെക്കാൾ നന്നായിട്ട് എനിക്ക് പറയണം, കഴിവ് തരണം അല്ലാഹുവേ. ആളുകളെ നന്നാക്കാൻ എനിക്ക് കേട്ടുതരാനല്ല, അസൂയല്ല അത്. പക്ഷേ എന്തു ചെയ്യാം? അതുപോലെ അദ്ദേഹം രാത്രിയിൽ ഖുർആൻ ഒരുപാട് ഓതി നിസ്കരിക്കുന്നുണ്ട്, എനിക്കും അതുപോലെ നിസ്കരിക്കാൻ കഴിയണം. അതാ, വേറൊന്നല്ല. അതാണ്. രണ്ടാമത്തെ ആളോ, ഓ റജുലുൻ ആത്താഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു. ഒക്കെ അല്ല കൊടുത്തു എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്തേ ഉണ്ടായ നമ്മളൊക്കെ എന്താ പറയുന്നത്? എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എനിക്ക് അങ്ങനെ സഹായിച്ചു, മറ്റാൾ ഒന്നല്ല. അല്ല തരുന്നില്ല, ആർക്കും സഹായിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല കേട്ടോ. അതൊക്കെ ഒരു മൂമിനായ മനുഷ്യൻ്റെ കൽബിൽ ഉറച്ചു വരേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും കൂടി ഇങ്ങനെ തരാൻ വിചാരിച്ചാൽ കഴിയൂല, അല്ല വിചാരിച്ചില്ലേ കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ദ്രോഹിക്കാൻ വിചാരിച്ചാലോ അത് നടക്കൂല, അല്ല വിചാരിക്കണം എന്നാലേ നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് അള്ളാഹു റസൂൽ പറയുന്നു, ഓ റജുലുൻ ആത്താഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖുഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ. അദ്ദേഹം രാത്രിയിൽ ചെലവഴിക്കേണ്ട വിഷയം വരുമ്പോൾ രാത്രിയിൽ ആ പണം നല്ല മാർഗത്തിൽ ഫിൽഹക്ക്, യഥാർത്ഥ മാർഗത്തിൽ ചെലവഴിക്കുന്നു, പകലിലും ചെലവഴിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരാൾ ഖുർആൻ ഓതി രാത്രി നിസ്കരിക്കുന്നു, പകലിൽ അദ്ദേഹം ആ ഖുർആൻ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നു, അള്ളാഹിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നു. പകലിൽ അദ്ദേഹം സമ്പത്ത് കൊടുക്കേണ്ടടുത്ത് പകൽ ചെലവാക്കുന്നു, രാത്രി കൊടുക്കേണ്ടടുത്ത് രാത്രി ചെലവാക്കുന്നു. ഇതൊക്കെ അല്ല കൊടുത്തതാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴോ ഫസമിയഹു ജാറുൻ ലഹു, അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി അദ്ദേഹം ഖുർആനൊക്കെ ഓതി നിസ്കരിക്കുന്നത് കേട്ടു. ഫഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ആ അയൽവാസി, ലൈത്തനി ഊത്തീത്തു മിസ്ലമാ ഊത്തിയ ഫുലാൻ, ഇന്ന ആൾക്ക് പടച്ചോനെ നീ കൊടുത്തതുപോലെ അറിവ് എനിക്കും കൂടി നീ തന്നിരുന്നെങ്കിൽ ഫ അമിൽത്തു മിസ്ലമാ യൗമൽ, അദ്ദേഹം പ്രവർത്തിക്കുന്നത് പോലെ എനിക്കും പ്രവർത്തിക്കാമായിരുന്നു. അത് അസൂയാണല്ലോ. എന്തിനപ്പോൾ അസൂയ വന്നത്? അദ്ദേഹം ഖുർആൻ ഓതുന്നത് പോലെ ഖുർആൻ ഓതാൻ, അദ്ദേഹം ദീനി പ്രബോധനം നടത്തുന്നത് പോലെ എനിക്ക് പ്രബോധനം നടത്താൻ, അദ്ദേഹം സാമ്പത്തികമായി അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന പോലെ എനിക്ക് ചെലവഴിക്കാൻ പടച്ചോനെ നീ തന്നിരുന്നെങ്കിൽ കേട്ടോ, അത് അവിടെ അസൂയ പറ്റും, അല്ലാത്തോട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇടങ്ങളിലും നമുക്ക് ഈ ഇടങ്ങളിൽ ഒരിക്കലും അസൂയ ഇല്ല താനുണ്ടോ? ആരെയും പഠിച്ചോട്ടെ, ഖുർആൻ ആര് പഠിച്ചാൽ എനിക്കെന്താ, അതൊന്നും എനിക്ക് വിഷയമല്ല അല്ലേ. ആര് സക്കാവോ അതിനകത്ത് പൈസ ഉണ്ടാവും കൊടുത്തോട്ടെ, എനിക്കെന്താ അല്ലേ, അല്ലേ ഉള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞ പോലെ എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഞാനും ചെലവഴിക്കുന്നുള്ള ആൾക്ക് അസൂയ വരുന്നുണ്ട് നമുക്കുണ്ടോ? നിങ്ങളങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടില്ല. ചെലവഴിച്ചാൽ അഥവാ ചെലവഴിക്കുന്ന കണ്ടാൽ മതി, ഓനക്കല്ല കൊടുത്തിരുന്നത് ഭാര്യക്കോരി, ഓൻ കൊടുത്തോട്ടെ. എന്നിട്ടോ ചിലവർ പറയലുണ്ട് എന്താ അറിയോ, എനിക്ക് അള്ളാഹു ഇതുപോലെ തന്നിരുന്നെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അതും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അതൊക്കെ ചില മുനാഫികളുടെ അടയാളമാണ്. ചിലവർ പറയും ഗൾഫിൽ പോയ ആദ്യത്തെ ശമ്പളം പള്ളിക്കുള്ളതാണ്, അങ്ങോട്ട് വിട്ടുവിട്ടതാ. എന്നിട്ടോ 5 ദിവസം എടുക്കൂല. പിന്നെ മൂപ്പര് ഇവിടെ വരുമ്പോഴാണ് എന്ത് പറയാ, ഞാൻ നാടും വീടും പള്ളിയൊക്കെ മറന്നുപോയി, നിങ്ങളൊക്കെ മറന്നുപോയി, ഇനി ഇപ്പം പോരാ നേരത്തെ ഓർമ്മയത്. 5 ദിവസം ഇല്ല ഇല്ലേ? അപ്പം അസൂയ വേണ്ട സ്ഥലം അതാ. ഇനിയോ മറ്റുള്ളവർക്ക് നന്മ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നൽ മുഅ്മിന ഉണ്ടോ, റസൂൽ പറയാം, ഇന്നൽ മുഅ്മിന യഗ്ബിതു, മൂമിനായ മനുഷ്യൻ വേറൊരാൾക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം വരും. അല്ലാ പഠിച്ചോനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തല്ലോ അല്ലേ, ഒരാൾക്കൊരു ജീവൻ ആരോഗ്യം തിരിച്ചു കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹിനെ സ്തുതിക്കും അല്ലേ. മറ്റോനോ വൽ മുനാഫിഖു യഹ്സുദു, വേറൊരാൾക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പം മുനാഫിക്കിന് അസൂയ വരും ഉണ്ടോ, മൂമിനോ സന്തോഷം വരും. ഇനി തീർത്ത് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. അതെന്താ? സവാഉൻ അറാദഹ അൻ തകൂന ലഹു, സവാഉൻ അറാദഹ അൻ തകൂന ലഹു ഔ അൻ തസൂല, ഒന്നുകിൽ അതുപോലെ എനിക്ക് കിട്ടണം എൻ്റെ ആഗ്രഹം, അയാൾക്ക് കിട്ടിയ പോലെ എനിക്ക് കിട്ടണം, ഇത് മുതലാ. അല്ലെങ്കിലോ ഔ അൻ തസൂല, അല്ലെ അദ്ദേഹത്തിന് നീങ്ങിപ്പോണം, അയാൾ അനുഗ്രഹം നീങ്ങിപ്പോണം, അയാളെ കാറ് ആക്സിഡൻ്റ് ആവണം, അയാളെ വീട് പൊളിഞ്ഞിക്കണം. ഇപ്പം മഴക്കാലൊക്കെ ആകുമ്പോൾ വീടൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാലേ അജാതി വീടുണ്ടാക്കുമ്പോൾ ആദ്യം ആലോചിക്കണ്ടേ, അതൊക്കെ ഉകും. ഇവൻ്റെ മനസ്സിന്ന് പെട്ടെന്ന് വരിക അതാ. പടച്ചോനെ അദ്ദേഹത്തിന് വന്ന ആപത്ത് നമുക്കാർക്കും കൊടുക്കല്ലേ പടച്ചോനെ, അദ്ദേഹത്തിൻ്റെ ആപത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തണം തീർക്കണ്ടേ, അപ്പോഴല്ലേ അസൂയ പോവുള്ളൂ. അപ്പം അല്ലെങ്കിലോ
എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അയാളുടെ നീങ്ങണം, അല്ലെങ്കിൽ ഒല തെക്കൂനല്ലി അഹദിൻ, ഒരാൾക്കും ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. അങ്ങനത്തെ ടീമുണ്ട്. എനിക്ക് കിട്ടിയില്ലേ ആർക്കും വേണ്ട, ഒഴിവാക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നാളെ പരലോകത്തേക്ക് റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരായ സ്വഭാവം നമ്മളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ മരിക്കുമ്പോഴും വല്ലാത്ത സഹാബത്തൊക്കെ മരിക്കുമ്പോഴേ യതഹല്ലലു ഫീ വജീന, മുഖം ഇങ്ങനെ തിളങ്ങും. അപ്പോൾ ചില ആൾക്കാരൊക്കെ മരിക്കുന്ന സമയത്ത് മുഖമൊക്കെ ഭയങ്കര തിളക്ക. അപ്പോൾ പറയും എന്താ പറയുമോ, ആരോടും എനിക്ക് പക ഉണ്ടായിരുന്നില്ല. കാരണം നിസ്കാരം നോമ്പല്ല പറഞ്ഞത്, ആരോടും പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് രോഗിയായി കിടന്നപ്പോഴും സഹാബത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുഖം ഇത്ര മാത്രം തിളങ്ങാൻ കാരണം എന്താ വെച്ചപ്പം വേറൊരു അമലും ഇല്ല. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, പള്ളിയിലേക്ക് ഈ കടന്നു വരുന്ന ഹദീസ് വലിയ ദീർഘമായ ഹദീസാണ്. ഞാൻ അപ്പോൾ ആ ഹദീസ് ഇങ്ങനെ ഭാവനയെ കാണുകയാണ്. പള്ളിയിലേക്ക് സ്വർഗത്ത് പോണ ഒരാൾ ഇപ്പം കയറി വരുമെന്ന് പറഞ്ഞു റസൂൽ സാഹബത്തിനോട്. അപ്പോഴാണ് ഒരു താടിയിൽ ഒലുണ്ടാക്കിയ വെള്ളം ഒലിച്ചിറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെരുപ്പും വെച്ചുകൊണ്ട് വന്നു ഒരാൾ. റസൂൽ ആരാന്ന് പറഞ്ഞില്ല, സ്വർഗത്ത് കയറുന്ന ആൾ. അങ്ങനെ 3 തവണ പറഞ്ഞു. അപ്പോഴൊക്കെ കയറി വന്ന ഒരാളാണ്. ഈ ഒരാളെ എന്തുകൊണ്ടാണ് സ്വർഗത്ത് കിടക്കും നബി പറഞ്ഞത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ നമുക്കാർക്കും ഇല്ലാത്തൊരു ഇബാദത്ത്, ഒരു സൽക്കർമ്മങ്ങളെ കയ്യിൽ നിങ്ങൾ സ്വർഗത്ത് കയറുന്ന നബി പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകമായിട്ട് ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ ഇബ്നു അബ്ബാസിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം എനിക്കുണ്ട്. അതെന്താ അറിയോ, എനിക്ക് ആരോടും പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. ഉണ്ടോ? അപ്പം അള്ളാഹു എനിക്ക് സ്വർഗം തരാനേ കാരണമാണ്. അങ്ങനെ ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത, നന്മയാർന്ന, തിളക്കമാർന്ന മനസ്സോടുകൂടി ജീവിക്കാനും മരിക്കാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫضലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, നമ്മുടെ ഈ ദീനീ രംഗത്ത് പടപൊരുതി യാത്രയായ പണ്ഡിതന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് സ്വർഗം നൽകി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്ന് വലം കൈകൊണ്ട് കർമ്മരേഖ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനോടുകൂടി റബ്ബിൻ്റെ സ്വർഗം മുഖാമുഖം കണ്ടുകൊണ്ട് മരിച്ചു പിരിയാൻ സാധിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.